കേരളത്തിൽ 2 തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് തൂത്തെറിയാനാണ് UDF ശ്രമിക്കുന്നത്. പക്ഷെ ആ സമയത്തും പല അനുകൂലമായ ഘടകങ്ങളും കേരളത്തിലെ LDF സർക്കാരിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. ഒന്ന് പ്രധാനപ്പെട്ടത് വർഗീയ ശക്തികളുടെ കേന്ദ്രീകരണം UDFന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഒരു ചേരിതിരിവ് സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണഫലം ലഭിക്കുക LDF സർക്കാരിനായിരുന്നു എന്ന് പലരും കരുതിയിരുന്നു. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗം, ഏതാണ്ട് കേരളത്തിലെ 1/3 വരുന്ന മുസ്ലിം ജനവിഭാഗം ഒറ്റക്കെട്ടായിട്ട് UDFന്റെ കൂടെ അണിനിരക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഹിന്ദു ഭൂരിപക്ഷ വിഭാഗങ്ങളെ, അത് നായർമാരുടെ NSS ആയാലും അല്ലെങ്കിൽ ഈഴവരുടെ SNDP ആയാലും, ഇവരൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തിനെതിരായിട്ട് പരസ്യമായിട്ട് സംസാരിക്കണം. കാരണം ഇതുവരെ കേരളത്തിലെ സാമുദായിക ശക്തികളൊക്കെ പലതവണ UDFനെ അനുകൂലിച്ചിരുന്നതാണ്. അത് NSS ആയാലും SNDP ആയിരുന്നാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും ഒക്കെ തന്നെ UDFനാണ് അനുകൂലിച്ചത്. പക്ഷെ ആ വിഭാഗങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം, അത് NSSഉം SNDP ഒക്കെ തന്നെ UDF ഭരണം വന്നാൽ മുസ്ലിം ലീഗിനായിരിക്കും മേധാവിത്വം എന്നവർ ആശങ്കപ്പെടുന്നു. ഇത് ലീഗും ഇത് CPM പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സംഘടനകളും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടാനുള്ള ഒരു സാഹചര്യം CPMന് ഉണ്ടായിരുന്നു. കാരണം UDF പൂർണ്ണമായിട്ടും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിലുള്ള മുസ്ലിം വർഗീയ ശക്തികളുടെ നിയന്ത്രണത്തിലായിരിക്കും കേരളത്തെ കൊണ്ടുപോകുന്നത് എന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ സമുദായത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അനുകൂലമായ ഘടകം, മറ്റെന്ത് പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു കാര്യമായ അനുകൂല ഘടകമായിരുന്നു CPMനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം ദുർഭരണത്തിന്റെ ഒരുപാട് അഴുക്കുചാലുകളൊക്കെ ജനം കണ്ടതാണ്, അവർ അതിൽ മടുത്തതാണ്. അതുകൊണ്ട് തന്നെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു ആളുകളുടെ ഒരു ചിന്താഗതി. അതിന് പകരം കഴിഞ്ഞ തവണ അവർക്ക് അധികാര തുടർച്ച കിട്ടി. പക്ഷെ ഇത്തവണ അധികാര തുടർച്ച ഉണ്ടാകില്ല എന്നാണ് പലരും ധരിച്ചിരുന്നത്. പക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു ഘടകമായിരുന്നു ഈ ഒരു സാമുദായിക ധ്രുവീകരണം. പക്ഷെ ഇപ്പം ഒന്നിനു പുറകെ ഒന്നായി ഓരോ വിഷയങ്ങൾ CPMനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, LDF ഗവൺമെന്റിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത, ഒരുപക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരു വഴിമാറ്റത്തിന് അല്ലെങ്കിൽ ഒരു ചേരിതിരിവിന് അല്ലെങ്കിൽ കേരളീയരെ മാറ്റി ചിന്തിക്കുന്നതിന് വഴിതെളിച്ച ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയായിരുന്നു. അപ്പം CPMന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ സ്വർണ്ണ കവർച്ചയിൽ അകത്തു പോകുന്നു. തങ്ങളൊന്നും ദൈവവിശ്വാസികളുടെ പാർട്ടിയല്ല എന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്ന ആളുകളാണ്. ഏതെങ്കിലും പാർട്ടി ചുമതല ഏൽപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഭരണം ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ക്ഷേത്രത്തിൽ പോകേണ്ട ആൾ പോലും തൊഴാതെ കൈകെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് ദേവസ്വം മന്ത്രിയും ദേവസ്വം ചെയർമാനും ഒക്കെ CPMന്റെ അവരുടെ പാർട്ടിക്കാരായതുകൊണ്ട് അവരുടെ നയപരമായ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരികയായിരുന്നു. ഒരുപക്ഷെ ഉള്ളിൽ അവർ വിശ്വാസികളായിരിക്കാം, അല്ലായിരിക്കാം, നമുക്കത് അറിയില്ല. പക്ഷെ ഇപ്പൊ പരസ്യമായിട്ട് CPM വിശ്വാസികളായ ആളുകളുടെ എതിർപ്പ്, പൊതുസമൂഹത്തിന് എതിർപ്പ് നേരിട്ട ഒരു അവസരമായിരുന്നു ഒന്ന് സ്വർണ്ണക്കടത്ത്. ഓരോ നേതാക്കന്മാർ, അത് N. വാസു CPMന്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്, പാർട്ടിയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്നു, അതിനു മുമ്പ് ദേവസ്വം കമ്മീഷണറായിരുന്നു. അതേപോലെ തന്നെ പാർട്ടി ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ, ഇവരൊക്കെ അകത്ത് കിടക്കുകയാണ്. അതേപോലെ തന്നെ CPIയുടെ പ്രമുഖ നേതാവ് അകത്ത് കിടക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇവർക്കൊക്കെ തന്നെ ബന്ധമുണ്ട് എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിഞ്ഞതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ CPMനെ ഇപ്പോൾ ഒലച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ അഴിമതിയുടെ ആരോപണം ഉയർന്നു. നേരത്തെ അഴിമതി CPM ആരും അഴിമതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അഴിമതിയൊക്കെ കാര്യമായിട്ട് എല്ലാ പദ്ധതികളിലൊക്കെ അഴിമതി നടക്കുന്നുണ്ട്. പക്ഷെ പാർട്ടിയുടെ രക്തസാക്ഷിക്ക് വേണ്ടി, ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച കോടിയിലധികം രൂപ അടിച്ചു മാറ്റി എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. അതും പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ, അതായത് ഏതാണ്ട് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടുന്ന പയ്യന്നൂരിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ജയിച്ച MLAക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ആരോപണം ഉയർത്തിയത് കോൺഗ്രസ്സുകാരോ BJPക്കാരോ UDFകാരോ അല്ല, മറിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞികൃഷ്ണനാണ് ആരോപണമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 1 കോടിയോളം രൂപ TI മധുസൂദനെ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ CPM ചെയ്യുന്ന ഒരു ഭാഗത്ത് അവർ പാർട്ടി രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു. ആ ഫണ്ടിൽ ചെറിയൊരു തുക, ഒരു 18 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ വീട് ഉണ്ടാക്കി എടുക്കുന്നു കൂടുതലും പാർട്ടി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ശ്രമദാനമായിട്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ
ചെയ്യുന്നു. ബാക്കി പൈസ പാർട്ടി ഓഫീസ് പണിയാൻ ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ ഫണ്ട് പിരിക്കുന്നു. അല്ലാതെ ഇങ്ങനെ ഇതിലൊക്കെ തിരിമറി നടത്തുകയാണ് ചെയ്യുന്നത്. റെസീറ്റ് ബുക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിരിക്കുകയാണ് അത്ര ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ വിശദമായ വിവരങ്ങൾ, ഇതൊരു വെറുതെ ഒരു വെയ്ഗ് ആയിട്ടുള്ള ഒരു ആരോപണമല്ല, കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളോടുകൂടി ഓരോ സമയത്തും എത്ര രൂപ പിരിച്ചു, എത്ര രൂപ സൈഫൺ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ വെട്ടിമാറ്റി എന്ന് കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പ്രധാനമായ ആരോപണം ഉന്നയിക്കുന്നത് ആർക്ക് നേരെയാണ്? ടി മധുസൂദനൻ എന്ന് പറഞ്ഞ് 50,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, അത് CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ആരെ നിർത്തിയാലും CPM ജയിക്കും. എത്ര പ്രതികൂലമായ അവസ്ഥയിലും UDF-ന് ഏറ്റവും അനുകൂലമായ അവസ്ഥയിൽ പോലും 32,000 വോട്ടിന്റെ ലീഡാണ് പയ്യന്നൂരിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും അവർക്ക് വളരെ വൈകാരികമാണ്. കാരണം ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ടിന് ഇപ്പം CPM നേതാക്കൾ കേരളിന്റെ പേരിൽ കട്ടാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റിന്റെ പേരിൽ പണം അടിച്ചു മാറ്റിയാലോ ഏതെങ്കിലും പദ്ധതിയുടെ പേരിൽ പണം അടിച്ചു മാറ്റിയാലോ ഒക്കെ തന്നെ ആളുകൾ എതിർക്കുമെങ്കിലും ഇത്രമാത്രം പാർട്ടി പ്രവർത്തകൻ, പാർട്ടിക്ക് വേണ്ടി മരിച്ച ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ചിട്ട് ആ പണം അടിച്ചു മാറ്റി എന്ന് പറയുന്ന സമയത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് പയ്യന്നൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇത് ഉയർത്തി കൊണ്ടുവന്നത് വേറെ ആരുമല്ല, അത് പാർട്ടിക്കാരൻ തന്നെയായുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഇത് അദ്ദേഹം പല വേദികളിലും ഉന്നയിച്ചിരുന്നു. 2016 തുടങ്ങിയതാണ് ഈ പിരിവ്. അപ്പം അദ്ദേഹം പല വേദികളിൽ ഉന്നയിച്ചിരുന്നു. CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പങ്കെടുത്ത വേദിയിൽ, സമ്മേളന വേദിയിൽ ഉന്നയിച്ച സമയത്ത് വളർന്നു വരുന്ന യുവ നേതാവിനെതിരെ അങ്ങനെ പെട്ടെന്ന് ആരോപണം ഉന്നയിച്ചാൽ അത് ശരിയാവില്ല എന്ന് പിണറായി പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ മധുസൂദനെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇനി മധുസൂദനൻ അഴിമതിയുടെ പേരിൽ പുറത്തേക്ക് പോവേണ്ടി വരികയാണെങ്കിൽ അത് പിണറായി വിജയനും കൂടി ക്ഷീണമായിരിക്കും. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം പാർട്ടിയുടെ വിശ്വാസത്തെ തകർന്നിരിക്കുക. പാർട്ടി നേതാക്കൾ ഭരണത്തിൽ പോയി അഴിമതി നടത്തിയാലും ഒരുപക്ഷെ അണികൾ കുറച്ചൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അവരത് സമ്മതിക്കും. പക്ഷെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മരിച്ച ഒരാളുടെ ബലിദാനികളുടെ ഫണ്ട് അടിച്ചു മാറ്റി എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഷോക്കാണ്. അതിൽ നിന്ന് എത്രത്തോളം പാർട്ടിക്ക് മുന്നേറാൻ പറ്റും അല്ലെങ്കിൽ അത് മോചിതരാകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.